മേഖലയുടെ അധോലോക യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് ഒരു വൻ തട്ടിപ്പിന്റെ പിന്നാമ്പുറങ്ങളിലേക്കാണ് എഫ്ഐആർ ഇനി സഞ്ചരിക്കുന്നത്. ആലപ്പുഴയിൽ നിന്നും വള്ളിക്കാടൻ നടത്തുന്ന ഈ അന്വേഷണം പ്രേക്ഷകരെ തട്ടിപ്പുകളുടെ ഇന്നലകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയേക്കാം. ശബരിനാഥിന്റെ ടോട്ടൽ ഫോർ യു തട്ടിപ്പിനെ വെല്ലുന്ന ഈ തട്ടിപ്പ് കഥ വള്ളിക്കാടൻ ഇങ്ങനെ രേഖപ്പെടുത്തുന്നു. ആലപ്പുഴയിൽ പലിശയുടെ മോഹവലയത്തിൽപ്പെട്ട് വഞ്ചിതരായിരിക്കുന്ന ഒരു കൂട്ടം ആളുകൾ വൻ പലിശ വാഗ്ദാനം ചെയ്ത് നിക്ഷേപകരെ ചേർത്ത് വലുതായ ബിസിനസ് ഇന്ത്യ ഗ്രൂപ്പിന് ഇപ്പോൾ അഡ്രസ് പോലുമില്ല. 1.5 കോടി രൂപ വരെ നിക്ഷേപിച്ചവരാണ് കബളിപ്പിക്കപ്പെട്ടത്. ഇപ്പോൾ കബളിപ്പിക്കപ്പെട്ടവർ കോടതിയുടെ കനിവിനായി കാത്തിരിക്കുകയാണ്. മറ്റൊരു ടോട്ടൽ തട്ടിപ്പ്, പലിശ തട്ടിപ്പിന്റെ അണിയറ കഥകളിലേക്ക്. പൊതുമേഖലാ ബാങ്കിൽ 6.5% പലിശയുണ്ടായിരുന്നപ്പോൾ ബിസിനസ് ഇന്ത്യ ഗ്രൂപ്പ് നിക്ഷേപകർക്ക് 12% പലിശയാണ് വാഗ്ദാനം ചെയ്തത്. ഗൾഫിലടക്കം വിദേശ രാജ്യങ്ങളിൽ പണിയെടുത്തുണ്ടാക്കിയ ലക്ഷക്കണക്കിന് രൂപ കമ്പനിയെ വിശ്വസിച്ച നൂറുകണക്കിന് ആളുകൾ നിക്ഷേപിച്ചു. തുടക്കത്തിൽ നിക്ഷേപകർക്ക് ഒരു തടസ്സവും കൂടാതെ പലിശ കൃത്യമായി കിട്ടി. പിന്നീട് പലിശയുടെ വരവ് നിലച്ചു. മുതൽ തിരികെ ചോദിച്ചപ്പോൾ കാലതാമസം ഉണ്ടാകുമെന്നായിരുന്നു മറുപടി. കമ്പനിയുടെ അനുകൂലമായ ഒരു അവസ്ഥ ഉണ്ടായില്ലെങ്കിൽ ഇതിനകത്ത് പലരും ആത്മഹത്യ ചെയ്യും. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ ക്യാൻസർ പേഷ്യന്റ് ഉണ്ട്, അതുപോലെ ഈ കിഡ്നി പ്രോബ്ലംസ് ഉള്ളവരുണ്ട്, പിന്നെ അവിവാഹിതരായ പെൺകുഞ്ഞുങ്ങൾ 28 വയസ്സ്, 30 വയസ്സ്, 26 വയസ്സുള്ള പെൺകുഞ്ഞുങ്ങളുള്ള ഒത്തിരി ഭവനങ്ങളുണ്ട്. അവരെല്ലാം ഇതിന് പെട്ടെന്നുള്ളൊരു അനുകൂലമായ ഒരു നടപടി വരുമെന്നുള്ള പ്രതീക്ഷയിൽ അവർ കാത്തിരിക്കും.